ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടെൻസിനെ കുറിച്ചാണ്, അഥവാ പ്രസന്റ് കണ്ടിന്യൂസ്, ഈസ്, ആം, ആർ പ്ലസ് ING എന്ന യൂസേജ്. അതിനോടൊപ്പം തന്നെ മറ്റൊരു യൂസേജാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അഥവാ ഹാസ്, ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING. ഇത് രണ്ടും തമ്മിൽ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. പലവർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രണ്ട് യൂസേജുകളാണ് ഞാനിപ്പം പറഞ്ഞ പ്രസന്റ് കണ്ടിന്യൂസും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും, അഥവാ ഈസ്, ആം, ആർ പ്ലസ് ING അല്ലെങ്കിൽ ഹാസ്, ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING. ഇവിടെ നമ്മുടെ സംസാര ഭാഷയിൽ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് വരുന്ന യൂസേജാണ് പ്രസന്റ് കണ്ടിന്യൂസ് എന്നുള്ളത്, അഥവാ ഈസ്, ആം, ആർ പ്ലസ് ING. പക്ഷേ പലവരും ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറയേണ്ടിടത്തും പ്രസന്റ് കണ്ടിന്യൂസ് പറയുന്ന ഒരു പ്രവണതയുണ്ട്. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ലെസൺ. നമുക്ക് പരിശോധിച്ച് നോക്കാം. പ്രസന്റ് കണ്ടിന്യൂസ് അഥവാ ഈസ്, ആം, ആർ പ്ലസ് ING. നമുക്കറിയാം, ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഞാൻ എഴുതുകയാണ്, അല്ല, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ, ഐ ആം റീഡിംഗ് ന്യൂസ് പേപ്പർ. ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുകയാണ്. ഷീ ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. അവൾ ക്രിക്കറ്റ് കളിക്കുകയാണ്. ദേ ആർ വാച്ചിങ് മൂവി. അവർ മൂവി വാച്ച് ചെയ്യുകയാണ്, കാണുകയാണ്. ഷീ ഈസ് കുക്കിംഗ് ഫുഡ്. അവൾ ഫുഡ് കുക്ക് ചെയ്യുകയാണ്. ദേ ആർ ഡൂയിങ് എക്സസൈസ്. അവർ എക്സസൈസ് എടുക്കുകയാണ്. ദേ ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ്. അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ എന്താണ് പ്രസന്റ് കണ്ടിന്യൂസിലാണ് പറഞ്ഞത്. ഇതൊക്കെ എന്താണ് ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സാമ്പിൾ, ഐ ഹാവ് ബീൻ റീഡിങ് നോവൽ. ഞാൻ നോവൽ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. മലയാളത്തിൽ ചെറിയൊരു ഡിഫറൻ്റ് ആണ്, പക്ഷെ മലയാളത്തിൽ ആശയപരമായിട്ട് നമ്മൾ സംസാര ഭാഷയിൽ പറയുമ്പോൾ രണ്ട് മലയാളം ഒന്നാണ്. ഐ ഹാവ് ബീൻ റീഡിങ് നോവൽ എന്ന് പറഞ്ഞാൽ ഞാൻ നോവൽ വായിക്കുകയാണ് എന്നാണ് സംസാര ഭാഷയിൽ പറയുക. ഐ ആം റീഡിങ് നോവൽ എന്ന് പറഞ്ഞാലും സെയിം ആണ്. അതേപോലെ തന്നെ ഷീ ഈസ് വർക്കിംഗ്. അവൾ ജോലി ചെയ്യുകയാണ്. ഷീ ഹാസ് ബീൻ വർക്കിംഗ് എന്ന് പറഞ്ഞാലും അവൾ ജോലി ചെയ്യുകയാണ്. അതിൻ്റെ ആന്തരികമായിട്ടൊരർത്ഥമാണ് അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ രണ്ടും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ ഇവിടെ എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെറും രണ്ട് വാക്കുകൾ ഈ ഹാസ് പ്ലസ് ബീൻ പ്ലസ് ING കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് ഈസ്, ആം, ആറിൽ നിന്നും വേർതിരിഞ്ഞ് പോകുന്നതായിരിക്കും. ഒരു എക്സാമ്പിൾ, ഷീ ഈസ് റൈറ്റിംഗ് എ നോവൽ. അവൾ നോവൽ എഴുതുകയാണ്. ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അഥവാ ഷീ ഹാസ് ബീൻ റൈറ്റിംഗ് എ നോവൽ എന്നതിനോടൊപ്പം ഒന്നെങ്കിൽ സിൻസ് അല്ലെങ്കിൽ ഫോർ എന്നുള്ള രണ്ട് യൂസേജ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഷീ ഹാസ് ബീൻ റീഡിംഗ് എ നോവലിലേക്ക് പോവുകയാണ്. അഥവാ ഷീ ഹാസ് ബീൻ റീഡിംഗ് നോവൽ സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ നോവൽ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷീ ഹാസ് ബീൻ റീഡിംഗ് നോവൽ ഫോർ 2 hours. 2 മണിക്കൂറായി അവൾ നോവൽ വായിച്ചു കൊണ്ടിരിക്കുകയാണ്, വായിക്കുകയാണ് എന്നാണ് സംസാര ഭാഷയിൽ പറയുക. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ്, ഒന്ന് പ്രസന്റ് കണ്ടിന്യൂസ് അഥവാ ഐ ആം റൈറ്റിംഗ് നോവൽ എന്നുള്ളത് വാട്ട് ഈസ് ഗോയിങ് ഓൺ നൗ, ഇപ്പോഴെന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് ആശയം പറയുന്നത്. നേരെ മറിച്ച് ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ നോവൽ സിൻസ് മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an action which has already begun in past and still it is going on. അപ്പോൾ രണ്ടും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് an action which has already begun in past. പാസ്റ്റിൽ ആരംഭിച്ച് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഒന്നെന്താണ് പാസ്റ്റിൽ ആരംഭിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ പാസ്റ്റിൽ ആരംഭിക്കണമെങ്കിൽ രണ്ട് യൂസേജ് വരും. ഒന്നുകിൽ ഫോർ ആയി എന്നുള്ളത്, അല്ലെങ്കിൽ സിൻസ് മുതൽ എന്നുള്ള അർത്ഥം വരും. അപ്പോൾ ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ നോവൽ സിൻസ് മോർണിംഗ്. ഐ ഹാവ് ബീൻ റൈറ്റിംഗ് നോവൽ ഫോർ 2 hours. ഷീ ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹിം ഫോർ 2 hours. ഷീ ഹാസ് ബീൻ വെയിറ്റിംഗ് സിൻസ് ഇൻ ദ മോർണിംഗ്. അവൾ രാവിലെ മുതൽ അവനെ വെയിറ്റ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഷീ ഈസ് റീഡിംഗ് നോവൽ, ആ സമയത്ത് ചെയ്യുന്നതാണ്. ഷീ ഹാസ് ബീൻ റീഡിംഗ് നോവൽ സിൻസ് മോർണിംഗ്. ഇങ്ങനെയാണ് ഈ സെൻറ്റൻസുകൾ വരിക. ഇനി ഞാൻ കുറച്ച് കൂടുതൽ സെൻറ്റൻസുകൾ പറയുമ്പോൾ നിങ്ങൾക്കെന്താണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത നിങ്ങൾക്കുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കുറച്ച് സെൻറ്റൻസിലേക്ക് നമുക്ക് കിടക്കാം. സെൻറ്റൻസുകൾ പറയാൻ വേണ്ടി പോവുകയാണ്. ആദ്യം, ഷീ ഈസ് റീഡിംഗ് ന്യൂസ് പേപ്പർ. അവൾ പത്രം വായിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ് ആ സമയത്ത് തുടരുന്നതാണ്. ഇനി അതിനെ നമ്മളെന്താണ് രാവിലെ മുതൽ അല്ലെങ്കിൽ 2 മണിക്കൂറായി എന്ന് പറഞ്ഞു കൊണ്ടുവരികയാണെങ്കിൽ ഷീ ഹാസ് ബീൻ റീഡിംഗ് ന്യൂസ് പേപ്പർ സിൻസ് മോർണിംഗ്. ഷീ ഹാസ് ബീൻ റീഡിംഗ്
ഫോർ 2 hours, 2 മണിക്കൂറായി എന്ന് പറയാം. അതേപോലെ ദേ ആർ റൈറ്റിംഗ് സ്റ്റോറി, അവർ കഥ എഴുതുകയാണ്. ദേ ഹാവ് ബീൻ റൈറ്റിംഗ് സ്റ്റോറി സിൻസ് യെസ്റ്റർഡേ, ഇന്നലെ മുതൽ അവർ കഥ എഴുതുകയാണ്. ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല കേട്ടോ. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ ആരംഭിക്കുന്നതാണ് ഹാസ് ഓർ ഹാവ് ബീനിൽ വരിക. അടുത്തത് ഷീ ഈസ് പ്രാക്ടീസിങ് ഇംഗ്ലീഷ്, അവൾ ആ സമയത്ത് പ്രാക്ടീസ് ചെയ്യാണ്. നേരെ മറിച്ചോ ഷീ ഹാസ് ബീൻ പ്രാക്ടീസിങ് ഇംഗ്ലീഷ് ഫോർ ലാസ്റ്റ് 3 months, കഴിഞ്ഞ 3 മാസങ്ങളായി അവളെന്നാണ് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ മിസ്റ്റർ ബീൻ ഈസ് മാനേജിങ് അവർ സ്കൂൾ, മിസ്റ്റർ ബീൻ എന്നാണ് നമ്മുടെ സ്കൂൾ മാനേജ് ചെയ്യുകയാണ്. മിസ്റ്റർ ബീൻ ഹാസ് ബീൻ മാനേജിങ് അവർ സ്കൂൾ സിൻസ് 2010, 2010 മുതൽ മിസ്റ്റർ ബീൻ എന്നാണ് നമ്മുടെ സ്കൂൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഷീ ഈസ് ഫാസ്റ്റിംഗ് ടുഡേ, അവൾ ഫാസ്റ്റ് ചെയ്യാണ് അല്ലേ, അവൾ നോമ്പ് നോൽക്കുകയാണ് അല്ലെങ്കിൽ അവൾ വ്രതമെടുക്കുകയാണ്. അപ്പോൾ ഷീ ഹാസ് ബീൻ ഫാസ്റ്റിംഗ് ഫോർ ലാസ്റ്റ് 10 days, കഴിഞ്ഞ 10 ദിവസങ്ങളായി അവൾ ഫാസ്റ്റിങ്ങിലാണ്. ഷീ ഹാസ് ബീൻ ഫാസ്റ്റിംഗ്. ദേ ആർ വെയിറ്റിംഗ് ഫോർ അസ്, അവർ നമ്മളെ വെയിറ്റ് ചെയ്യുകയാണ്. They have been waiting for us for a long time. They have been waiting for us since morning. രാവിലെ മുതൽ എന്താണ് അവരെന്നാണ് ഞങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ്. ഷീ ഈസ് വർക്കിംഗ് അറ്റ് ബാംഗ്ലൂർ, അവൾ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുകയാണ്. ഷീ ഹാസ് ബീൻ വർക്കിംഗ് അറ്റ് ബാംഗ്ലൂർ ഫോർ ലാസ്റ്റ് 10 years, കഴിഞ്ഞ 10 വർഷമായിട്ട് അവൾ എന്താണ് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുകയാണെന്നാണ്. മൈ ഫ്രണ്ട് ഈസ് ടീച്ചിങ് മീ ഇംഗ്ലീഷ്, എൻ്റെ ഫ്രണ്ട് എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. മൈ ഫ്രണ്ട് ഹാസ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് സിൻസ് മോർണിംഗ്, രാവിലെ മുതൽ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹൗ ലോങ് യു ആർ വെയിറ്റിംഗ് ഫോർ ഹിം, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഹൗ ലോങ് യു ആർ വെയിറ്റിംഗ് ഫോർ ഹിം, എത്ര നേരമായി അവനെ വെയിറ്റ് ചെയ്യാൻ. ഹൗ ലോങ് ഹാവ് യു ബീൻ വെയിറ്റിംഗ് ഫോർ ഹിം, നിങ്ങൾ അവനെ എത്ര നേരമായി കാത്തിരുന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും കാത്തിരുന്നുകൊണ്ടിരിക്കുകയാണ്. 2 rats ആർ റണ്ണിങ് ഫോർ ലൈഫ്, 2 എലികൾ അവരുടെ ജീവിതത്തിന് വേണ്ടി ഓടുകയാണ്. ആരാ പിന്നിൽ? പൂച്ചയാണ്. അപ്പോൾ 2 rats have been running for life for a long time, കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. The minister is speaking on the stage. The minister has been speaking on the stage for last 3 hours. കഴിഞ്ഞ 3 മണിക്കൂറായി മിനിസ്റ്റർ എന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. I am learning spoken English. I am learning spoken English. I have been learning spoken English for last 2 months. കഴിഞ്ഞ 2 മാസമായി ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 boys are following him. 2 ആൺകുട്ടികൾ അവനെ എന്താണ് പിന്തുടരുകയാണ്. 2 boys have been following him for last 3 hours. കഴിഞ്ഞ 3 മണിക്കൂറായി അവനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. A black cat is chasing rats. ഒരു ബ്ലാക്ക് കാറ്റ് റാറ്റ്സിനെ ചേസ് ചെയ്യാണ്. A black cat has been chasing rats since yesterday. ഇന്നലെ മുതൽ എന്നാണ് ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Many birds are sitting on the tree. മരത്തിൽ നിന്നാണ് ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. മെനി ബേർഡ്സ് ഹാവ് ബീൻ സിറ്റിംഗ് ഓൺ ദ ട്രീ ഫോർ ലാസ്റ്റ് 2-3 days. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈസ് പ്ലസ് ഐ എൻ ജിയും ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ ഐ എൻ ജിയും മലയാളം സെയിം അർത്ഥമാണ്, പക്ഷേ ആശയത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. രണ്ടും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അഥവാ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി എന്ന് പറയുന്ന ഫോർമാറ്റ് ആദ്യം ആരംഭിച്ച് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് വാട്ട് ഈസ് ഗോയിങ് ഓൺ നൗ, അതാണ് പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ആൻ ആക്ഷൻ വിച്ച് ഹാസ് ഓൾറെഡി ബിഗൺ ഇൻ പാസ്റ്റ് ആൻഡ് സ്റ്റിൽ ഇറ്റ് ഈസ് ഗോയിങ് ഓൺ, നേരത്തെ ആരംഭിച്ച് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതിനെയാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 2 യൂസേജിൻ്റെയും കൺഫ്യൂഷൻ മാറിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓർക്കുക, സംസാര ഭാഷ സംസാരത്തിലൂടെ തന്നെ നേടിയെടുക്കേണ്ടതാണ്. ദർ ഇസ് നോ അതർ ഓപ്ഷൻ. നിങ്ങൾക്കൊരു പേഴ്സണൽ ട്രെയിനർ നിർബന്ധമാണ്. പ്രാക്ടിക്കൽ ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബ്രിട്ടീഷ് അക്കാഡമിയും ഷമീം ലാംഗ്വേജ് ഹൗസും സംയുക്തമായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വാട്സപ്പിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന, അതും പേഴ്സണലായും ഗ്രൂപ്പായും നോൺ മലയാളീസിനെയും മലയാളീസിനെയും വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്പോക്കൺ ഇംഗ്ലീഷ്, സ്പോക്കൺ ഹിന്ദി, സ്പോക്കൺ അറബിക്, IELTS എന്നീ കോഴ്സുകൾക്ക് കോൾ ഓർ വാട്സപ്പ് 9207712666, 13666 and 14666. Thank you very much for listening and all the best.